അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജിന്ന് മഹ്നറ. മഹ്നറ എന്ന് പറഞ്ഞാൽ ഹാളിറാകുന്ന സ്ഥലം എന്നാണ്. സ്വാലിഹീങ്ങളാകുന്ന ജിന്നുകളെ ഹാളിറാക്കി മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും 100%, 99 പോലുമല്ല, 100% പരിഹാരം കാണുന്നു. അവിടുത്തെ സ്വലാത്തിൽ 11 പ്രാവശ്യം പങ്കെടുത്താൽ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ ഉസ്താദിനെ ഞാൻ ഫോൺ വിളിച്ചു. സംസാരിച്ചതിൽ നിന്ന് അത് ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കുകയും ചെയ്തു. വീഡിയോ ഇറങ്ങി മണിക്കൂറുകൾക്കകം ഉസ്താദ് എനിക്ക് മറുപടിയുമായി വേറൊരു വീഡിയോ ഇറക്കി. ആ വീഡിയോ കണ്ടപ്പോൾ ഇനി ഒരു മറുപടിയുടെ ആവശ്യമില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പം ഞാൻ മറുപടി പറയുന്നത് എനിക്ക് പറ്റിയ 2 അബദ്ധങ്ങൾ തിരുത്താൻ വേണ്ടിയാണ്. ഒന്നാമത്തെ അബദ്ധം, ആ വീഡിയോയുടെ ആമുഖത്തിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, അതിലെൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ച ഒരബദ്ധമുണ്ട്. ചെറുപ്പുളശ്ശേരിയിൽ ഇബ്നു സീന എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നും അതടച്ചുപൂട്ടിപ്പോയി എന്നും ഞാൻ പറയുന്നുണ്ട്. അതെനിക്ക് പറ്റിയ ഒരബദ്ധമാണ്. പല ആളുകളും എന്നെ വിളിച്ച് അത് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഒരു സ്ഥാപനം ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിലെ തന്നെ മണ്ണാർക്കാടിനടുത്ത പ്രദേശത്താണ് അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിട്ടുള്ളത്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് എന്ന് ചില ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയ ആ അബദ്ധം ഞാനിവിടെ തിരുത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ അബദ്ധം, ഈ പറയപ്പെട്ട ഉസ്താദ് ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടോ കിതാബുകളോ ആയത്തുകളോ ഹദീസുകളോ ഒക്കെ എടുത്ത് സംസാരിക്കും എന്ന് വിചാരിച്ചത് എനിക്ക് പറ്റിയ ഒരബദ്ധമാണ്. സത്യത്തിൽ അദ്ദേഹം ഞാൻ പരാമർശിച്ച കിതാബുകളിലെ ഒരു ഇബാറത്തിനെ പോലും തൊട്ടിട്ടില്ല. എന്നു മാത്രമല്ല, അദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന തെളിവുകളും മുഴുവനും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധമുള്ളതുപോലുമല്ല. അദ്ദേഹം കുറേ നീട്ടിപ്പരത്തി വയലൊക്കെ പറഞ്ഞു പോയി എന്നതിനപ്പുറം ഞാൻ പറഞ്ഞ വിഷയങ്ങളെ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും ആ ഉസ്താദ് പറയട്ടെ. ഉസ്താദ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ജിന്നിനെ കൂട്ടുപിടിച്ച് കൊണ്ടു നടക്കരുത്, അത് ശരീഅത്തിന് വിരുദ്ധമാണ്, കിതാബിനെതിരാണ് പറയുന്നത് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റഷദാ. ഈ ആയത്തിന്റെ അർത്ഥം, ഭൂമിയിലുള്ളവർക്ക് ഒരു തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടത് അതല്ല അവർക്ക് നന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് അള്ളാഹു അവൻ്റെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതാണ് ജിന്നുകളുടെ വാദം. ഭൂമിയിലുള്ളവർക്ക് നന്മയാണോ അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളത് തിന്മയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരാളെ നന്മയിലേക്ക് തിന്മയിലേക്ക് വഴി നടത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് എന്ന് ആരും സമ്മതിക്കുന്നുണ്ട്, ജിന്നുകളും സമ്മതിക്കുന്നുണ്ട്. ഇപ്പം എന്തിനാണ് ഇദ്ദേഹം ഈ ആയത്ത് ഓതിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നൊന്നുമില്ല, എനിക്കിട്ടും മനസ്സിലായുമില്ല. നമ്മളൊരു ആയത്തൊരു തെളിവായിട്ട് ഓതുമ്പോൾ അത് ഇന്ന കാര്യത്തിന് തെളിവായിട്ട് ഓതിയതാണ് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയണ്ടേ. ഇതിപ്പോൾ സത്യത്തിൽ ഈ ആയത്ത് അദ്ദേഹത്തിൻ്റെ വാദത്തിനെതിരായിട്ട് വരുന്ന ഒരായത്താണ്. ജിന്നുകൾ പറയുന്നത് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന ഖുർആനിലെ ഒരായത്താണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? നമ്മുടെ മജ്ലിസിൽ സ്വാലിഹീങ്ങളായ ജിന്നുകളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പ്രശ്നം ജിന്നുകളെ കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരും, എന്നിട്ട് ജിന്നുകൾ പരിഹാരം കാണും എന്നൊക്കെയല്ലായിരുന്നോ വാദം? ഈ ആയത്തിൽ പറയുന്നതോ ജിന്നുകൾക്ക് അള്ളാഹു കണക്കാക്കിയത് എന്താണ് എന്നൊന്നും അറിയാൻ കഴിയില്ല എന്നാണ്. എന്നു മാത്രമല്ല, ജിന്നുകളാണ് അള്ളാഹിൻ്റെ പടപ്പുകളിൽ ഏറ്റവും വിവരം കെട്ടവർ എന്നൊക്കെ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആവശ്യത്തിനുള്ള കിതാബുകൾ തെളിവായി ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം കൊണ്ടുവന്ന തെളിവ് ഇദ്ദേഹത്തിൻ്റെ വാദത്തിന് എങ്ങനെ സാധുവാകും എന്നുപോലും പറയാതെ അദ്ദേഹം അങ്ങ് പോവുകയാൻ ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹം പിന്നെ പറഞ്ഞ തെളിവെന്താണ്? ഹാരിസ് മദനിയും ജിന്നിനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നാണ്. ഹാരിസ് മദനി ഉസ്താദിന്റെ ജിന്നിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ്, കണ്ണാടി പിടിക്കുന്നില്ല കേട്ടോ.
മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് എന്താ പറയുന്നത്? നിങ്ങളിൽ ഓരോരുത്തർക്കും ജിന്നുകളിൽ നിന്നുള്ള ഒരു സഹചാരിയുണ്ട്, ഒരു ഖരീനുണ്ട്. നിങ്ങളിൽ ഓരോരുത്തർക്കും ജിന്നുകളിലുള്ള ഒരു സഹചാരി എന്ന് പറഞ്ഞാൽ കൂടെ നടക്കണം, എപ്പോഴും കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒരു ജിന്ന് എല്ലാവർക്കും ഉണ്ട്. ഹാരിസ് മദനിക്കുമുണ്ട്, എനിക്കുമുണ്ട്, അല്ലേ? എന്താണ് ഹാരിസ് മദനി ഉസ്താദിന് പറയാനുള്ളത്? ഞാൻ എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഹദീസ് തെളിവായിട്ട് കൊണ്ടുവന്നത്? നമ്മുടെ തർക്കം എന്താ ഉസ്താദെ? സ്വാലിഹീങ്ങളാകുന്ന ജിന്നുകളാണെങ്കിൽ പോലും അവരെ വിളിച്ചു വരുത്തുക, അവരോട് സഹവസിക്കുക, അവരെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലാതെ മനുഷ്യൻ്റെ കൂടെ അള്ളാഹു തആല ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും എല്ലാ മനുഷ്യൻ്റെ കൂടെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജിന്നുകളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ആർക്കെങ്കിലും ചികിത്സ ചെയ്യാറുണ്ടോ ഉസ്താദെ? ആരുടെയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാറുണ്ടോ ഉസ്താദെ? ഇനി ആ ജിന്ന് തന്നെ അത് ശൈത്വാനല്ലേ ഉസ്താദെ? നിങ്ങൾ എന്ത് തെളിവാണ് നിങ്ങളീ പറയുന്നത്? അത് ശൈത്വാനാണ്. നിങ്ങളുടെ വാദം സ്വാലിഹീങ്ങളായ ജിന്നാണെന്നല്ലേ? അപ്പോൾ പിന്നെ ഈ തെളിവും നിങ്ങളുടെ വാദവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലാഹു തആല നമ്മുടെ കൂടെ ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും നമ്മുടെ സഹചാരിയായി പടച്ചിട്ടുണ്ട്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതാണോ? അതെന്തെങ്കിലും ഒരു താല്പര്യത്തിനോ നേട്ടത്തിനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണോ ആ ജിന്ന്, ആ ശൈത്വാൻ? ഒരു തെളിവ് പറയുമ്പോൾ നമ്മൾ എന്താണോ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മുടെ വാദം എന്താണോ അതിനെ സ്ഥാപിക്കാൻ, അതിനെ സാധൂകരിക്കാനുള്ള തെളിവുകളല്ലേ പറയേണ്ടത്? ഇത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് മണിക്കൂറുകൾക്കകം ഒരു വീഡിയോയുമായി മറുപടി എന്നോണം രംഗത്ത് വരേണ്ട ആവശ്യം തന്നെയുണ്ടോ? ആ വിഷയം ഒന്ന് പഠിക്കാൻ നിങ്ങൾ സമയമെടുക്കണ്ടേ? ഞാൻ വായിച്ച കിതാബുകൾ, അതിലങ്ങനെ ഒരു ഇബാറത്തുണ്ടോ? അതിൻ്റെ മുമ്പും ശേഷവും എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തെറ്റാണോ? നമ്മുടെ വാദങ്ങൾക്കെതിരാണല്ലോ, അപ്പോൾ പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിട്ടല്ലേ ഒരു മറുപടി വീഡിയോ ഇറക്കേണ്ടത്. നിങ്ങളെന്തിനെ ചാടി പുറപ്പെട്ട ഒരു ഹദീസുമായി വന്നത്? ആ ഹദീസിൽ പറയുന്ന വിഷയം തന്നെ ശൈത്വാനെ കുറിച്ചാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം കുറേ നീട്ടിപ്പരത്തി ഒരു വാഴന്നൊക്കെ പറയുന്നുണ്ട്. ഹാരിസ് മദനി ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും ജിന്നിനെ കൊണ്ടു നടക്കാം, അല്ലേ? ഞങ്ങളാരും ഉസ്താദെ ഒരു പ്രത്യേക ജിന്നുകളെ ഇങ്ങനെ കൊണ്ടു നടക്കുകയല്ല. അല്ലാഹു തആല തന്നത് ഓൾറെഡി ഉണ്ട്. അല്ലാഹു തആല തന്നത് ഓൾറെഡി ഉണ്ട്. ആ വാദമാണ് ശരിയല്ല എന്ന് പറയുന്നതേ. മറ്റേത് നമ്മൾ കൊണ്ടു നടക്കുന്നതല്ല ഉസ്താദെ, നമ്മൾ വിളിച്ചു വരുത്തിയ ജിന്നല്ല ഉസ്താദെ. അത് നമ്മുടെ കൂടെ അള്ളാഹു നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ സഹചാരിയായി അള്ളാഹു സൃഷ്ടിച്ചതാണത്. അത് ജിന്നും ഉണ്ട്, മലക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ അള്ളാഹു തആല തന്നു എന്ന് പറയുന്ന ആ ജിന്നില്ലേ, അത് വേറെ ജിന്നാണ്. അതിനെ ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ തർക്കം. പാടില്ല എന്നാണ് ഞാൻ കിതാബുകൾ വായിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ പിഴച്ച ആശയത്തെ ചോദ്യം ചെയ്തത്. അതിനിതാണോ മറുപടി? എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരാളെ ഒരു വിഷയത്തിൽ കുറ്റം പറയുന്നതിന് മുമ്പ് എന്തൊക്കെയോ ചെയ്യണമെന്നാണ്. ആ ജിന്നു മഹദറയിൽ ഒരു മജ്ലിസ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഒരാളെ ഒരു വിഷയത്തെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് പോകണം. എന്താ നടക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെതിരെ വിമർശിക്കാൻ. കാരണം ഇത് നമുക്ക് തന്നെ പാരയാകും എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ വന്ന് കയറുന്നതാണ് പലർക്കും കിട്ടുന്ന പണികൾ. ഒരു പണിയില്ല ഉസ്താദെ. നിങ്ങളെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ നടത്തുന്ന ആ പരിപാടിക്ക് പങ്കെടുക്കണമെന്നൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം കേട്ടാൽ പോരെ. അത് തന്നെ ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ പിന്നെ അവിടെ പങ്കെടുക്കണം എന്ന് പറയുന്നതിലൊക്കെ എന്തർത്ഥാണുള്ളത്? ജിന്നുകളെ ഹാളിറാക്കി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നത് തന്നെ അത്ര നല്ല പണിയല്ല എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തിയെങ്കിൽ ഇനി അവിടെ വന്നിട്ട് ഞങ്ങൾ എന്ത് കാണാനാണ്? എന്നിട്ട് കുറ്റം പറയുന്നതിന് മുമ്പ് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ എന്നൊക്കെ നോക്കണമെന്നാണ് എന്നോട് ഉപദേശിക്കുന്നത്. അതായത് ഒന്നിനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇത് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ, എൻ്റെ സമൂഹത്തിലുണ്ടോ, എൻ്റെ സംഘടനയിലുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പാരയായി മാറും. എന്ത് പാരയാകാനാ? എന്നിൽ എന്തായാലും ഇല്ല. ഞാനൊരു ജിന്നിനെയും ഇതുപോലെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. എൻ്റെ സമുദായത്തിലെ ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം ഈ സമുദായത്തിലെ മഹാന്മാരാകുന്ന അഇമ്മത്ത് അത് പഠിപ്പിച്ചു തന്നതാണ്. ഇനി അതെങ്ങനെ പാരയാകാനാണ്? നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്
നിങ്ങളോട് ഉപദേശിച്ചു തരാണ് അത് ചെയ്യരുത്. അത് എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത അഭിപ്രായമായിട്ടല്ല പറയുന്നത്, അഇമ്മത്തിൻ്റെ കിതാബുകൾ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് ആ ജിന്നു മഹ്ലറയിൽ എന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജിന്നു മഹ്ലറയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഒരു ഫാത്തിഹ, ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പ് തന്നെ സലാമത്തുൽ ഈമാൻ കഞ്ചുൽ അർശ് ദിക്ർ തുടങ്ങി വെക്കും. എന്നിട്ട് ഫാത്തിഹ, സൂറത്ത് യാസീൻ 1, സൂറത്തുൽ ജിന്ന് 2, അതിനുശേഷം തവസ്സുൽ ഏതെങ്കിലും 1. ഇതൊന്നും കൂടാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും നമ്മുടെ കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഔലിയാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഫാത്തിഹ ഓതുന്ന ഒരു മജ്ലിസ്. അതിനുശേഷമാണ് വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ. അത് തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. ഇങ്ങനെ കുറേ വാഴ്ന്നു പറയുന്ന രീതിയിൽ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. അതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല. അവിടെ നടക്കുന്ന പരിപാടികൾ ഖുർആൻ ഓതലാണ്, ദിക്ർ ചൊല്ലലാണ്, കുത്തുബിയത്താണ്, മുഹീദ്ദീൻ മാലയാണ്. ഇതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല. ഇതൊക്കെ വേണ്ടതാണെന്ന് വാദിക്കുന്നവരാ നമ്മൾ. പക്ഷേ അതിൻ്റെ മറവിൽ ജിന്നുകളെ ഹാളിറാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് വലിയ അപകടമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് ഉസ്താദെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ അവിടെ കുറേ ഖുർആൻ ഓതുന്നു, സൂറത്ത് ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു എന്നൊക്കെ. ഇതൊക്കെ തന്നെ ജിന്നുകൾ നടത്തുന്ന തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്കറിയോ? ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഉസ്താദെ, ഇതൊക്കെ മഹാന്മാര് കിതാബുകളിൽ എഴുതി വെച്ചതാണ്. ജിന്നുകൾ അവർ സ്വാലിഹീങ്ങളായി അഭിനയിക്കും എന്ന് മാത്രമല്ല, അവർ നമ്മളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കും, നമ്മളെ കൊണ്ട് കുത്തുബിയത്ത് ചൊല്ലിപ്പിക്കും, നമ്മളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കും. അങ്ങനെ ഇതൊക്കെ ചൊല്ലിപ്പിച്ച് പതുക്കെ നമ്മളെ അപകടത്തിലേക്ക്, കുഫറിലേക്ക് കൊണ്ടുപോയി ചാടിപ്പിക്കും. നിങ്ങൾ ഈ കിതാബ് കണ്ടോ, അൽ ഈമാനു ബിൽ മലായിക്കത്തി അലൈഹിമുസ്സലാത്തു വസ്സലാം. മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസത്തെ പ്രതിപാദിക്കുന്ന ഒരു കിതാബാണ്. ഈ കിതാബ് രചിച്ചത് അഹ്മദ് ഇസ്സുദ്ദീനുൽ ബയാനൂനി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അറിഞ്ഞ വസ്തുതകൾ വെറുതെ അറിഞ്ഞതല്ല, 10 കൊല്ലത്തോളം ഇത്തരത്തിലുള്ള ഒരാളുമായി സഹകരിച്ച് അവിടെ പോയി അവിടുത്തെ ആചാരങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുത്ത് അവസാനം അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ട ചില സത്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ അത് വായിക്കുന്നില്ല, ഒരുപാട് വായിക്കാനുണ്ട്. എൻ്റെ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻ്റ് എഴുതുക, വേണമെന്നോ വിശദീകരിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് എഴുതിയാൽ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ ഈ കിതാബിൽ പറഞ്ഞ ആ വിഷയങ്ങൾ വായിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജിന്ന് സേവാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന അബദ്ധങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ചർച്ച ചെയ്യാം. എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ്. എന്ത് നല്ല കാര്യം ചെയ്താലും ജിന്നുകളുമായിട്ടുള്ള സഹവാസമാണോ, അത് സ്വാലിഹീങ്ങളായ ജിന്നാണെന്ന് വെച്ചാൽ തന്നെയും അത് അപകടമാണ്. അത് നമ്മളെ വഴികേടിലെത്തിക്കും, അപകടത്തിൽ ചാടിക്കും. അങ്ങനെ അപകടത്തിൽ പെട്ടുപോയ ജിന്നുകളെ കൂട്ടുപിടിച്ച് പല ചികിത്സയും നടത്തി നേട്ടമുണ്ടാക്കി അവസാനം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും എനിക്കറിയാം. ഞാൻ അതൊന്നും ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല എന്നു മാത്രം. അതുകൊണ്ട് നിങ്ങളൊന്നും അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് ഈ ഒരു ഇടപെടൽ നടത്തുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ വാദവും വിശ്വാസവും ന്യായീകരണവും ഒക്കെ ആയിട്ട് പോവാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ പൊതുസമൂഹം അറിയണം, പൊതുസമൂഹം മനസ്സിലാക്കണം എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട്. നിങ്ങൾ നോക്കൂ, ഈ കിതാബ് അൽ ആദാബു ശർഈയ്യ, ഈ കിതാബ് രചിച്ചിട്ടുള്ളതാരാണ്? ഇബ്നു മുഫ്ലിഹുൽ മഖ്ദസി അൽ ഹംബലി എന്ന് പറയുന്ന ഒരു മഹാനാണ്. അദ്ദേഹം ഈ കിതാബിൽ പറയുന്നത് നോക്കൂ, ഖാല അഹ്മദു റഹിമഹുല്ല, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഹംബലി മദ്ഹബിലെ ഇമാമാണ്, മഹാനാണ്. മഹാനവറുകളുടെ അഭിപ്രായം, ഫിർ റജുലി യസ്അമു അന്നഹു യുആലിജുൽ മജ്നൂന മിനസ്സുർഇ ബിർറുഖ വൽ അസായിം വയസ്അമു അന്നഹു യുഖാതിബുൽ ജിന്ന വയുകല്ലിമുഹും വമിൻഹും മൻ യഖ്ദമുഹു എന്ന് പറഞ്ഞാൽ,
ചികിത്സിക്കുന്ന, മന്ത്രവും മറ്റുമൊക്കെയായി ചികിത്സിക്കുന്ന, ഭ്രാന്തുള്ളവരുടെ ഭ്രാന്തൊക്കെ മാറ്റിക്കൊടുക്കുന്ന, ജിന്നുകളോട് സംസാരിക്കുന്ന, ജിന്നുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, ജിന്നുകളെ കൊണ്ട് ഖിദ്മത്തെടുപ്പിക്കുന്ന ഒരാളുടെ വിഷയത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതെന്താ? ഖാല, മഹാനവറുകൾ പറയാൻ, മാ ഉഹിബ്ബു ലി അഹദിൻ അൻ യഫ്അലഹു, ഒരാളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തർക്കുഹു അഹബ്ബു ഇലയ്യ, അത് ഉപേക്ഷിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ പണിയുണ്ടല്ലോ, അത് ഉപേക്ഷിക്കലാണ് അഹ്മദ് ബിൻ ഹംബലിന് ഇഷ്ടം. അത് ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നല്ല കാര്യമാണെങ്കിൽ, ഇതൊരു ചികിത്സാ രീതിയാണെങ്കിൽ മഹാന്മാരാകുന്ന അഇമ്മത്ത് അതിനെ അനുകൂലിക്കണ്ടേ? ഉസ്താദെ, ഇത് വലിയ അപകടം പിടിച്ച കേസാണ്. ജിന്നുകൾ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. അവർ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അവർക്ക് മനുഷ്യനോട് അദാവത്തുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് കിതാബുകളിൽ നിന്ന് വായിച്ചതല്ലേ? അതിനെ ഒന്നും പരാമർശിക്കാതെ ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞാൽ എങ്ങനെയാണ് ഉസ്താദെ സത്യവും അസത്യവുമൊക്കെ വേർതിരിയുന്നത്? അതുകൊണ്ട് ഞാൻ സത്യത്തിൽ നിങ്ങൾ അത്തരത്തിൽ കിതാബുകൾ ഉദ്ധരിച്ച് നിങ്ങൾ എനിക്ക് മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ഒരു അബദ്ധമായി പോയി. ആ അബദ്ധവും ഞാനിവിടെ തിരുത്താൻ. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു മഹാപണ്ഡിതൻ എഴുതിയ ആ കിതാബിലെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതൊക്കെ വായിച്ചു പറയുമ്പോൾ വീഡിയോ കുറച്ച് ദൈർഘ്യമുണ്ടാകും. അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് എഴുതിക്കോളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ ഞാനത് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.